കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ പി.സി. ജോർജിനെ മുട്ടുകുത്തിച്ചത് സെബാസ്റ്റ്യൻ കുളത്തിങ്കലായിരുന്നു. 15,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചു കയറിയത്. ഇക്കുറിയും സെബാസ്റ്റ്യൻ കുളത്തിങ്കലും പി.സി. ജോർജും UDF സ്ഥാനാർത്ഥിയും തമ്മിലുള്ള ത്രികോണ മത്സരമാണ്. ആ മത്സരത്തിൽ ഇദ്ദേഹത്തിന് വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെ നോക്കി കാണും? ഈ തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നേതൃത്വത്തിൽ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റം കൈവരിക്കാനായിട്ട് കഴിഞ്ഞു. ഈ നിയോജകമണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലം LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സാധ്യമായത്. ഏതാണ്ട് 15ഓളം സ്കൂളുകൾക്ക്, ഈ കോരുത്തോട് പഞ്ചായത്തിലെ 5 സ്കൂളുകൾ ഉൾപ്പെടെ 15ഓളം സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. നമ്മുടെ പൊതുമരാമത്ത് റോഡുകളിൽ 98% നവീകരിച്ച് നല്ല നിലയിൽ ഗതാഗതയോഗ്യമാക്കുകയും അതിൽ ഏതാണ്ട് 15ഓളം PWD റോഡുകൾ BMBC ആക്കുകയും ചെയ്തു. അതുപോലെ മലങ്കര ശുദ്ധജല വിതരണ പദ്ധതി അത് പൂർത്തീകരിച്ചിട്ടില്ല. ഏതാണ്ട് 1.5 വർഷം കൂടെ പിടിക്കും. അതിൻ്റെ ഒരു 60% പണി പോരും. മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുണ്ടക്കയത്തും ഈരാറ്റുപേട്ടയിലും മിനി സിവിൽ സ്റ്റേഷനുകൾ, വന്യമൃഗശല്യം തടയുന്നതിന് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിൽ കേരളത്തിൽ പൂർണ്ണമായും ഫെൻസിങ്ങും കിടങ്ങും വനാതിർത്തിയിൽ സ്ഥാപിച്ച ആദ്യത്തെ നിയോജകമണ്ഡലമായി പൂഞ്ഞാർ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ എരുമേലി എയർപോർട്ടിൻ്റെ എയർപോർട്ട് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അതുപോലെ കാലങ്ങളായി ഈ നിയോജകമണ്ഡലത്തിലുണ്ടായിരുന്ന ഒട്ടേറെ ജനകീയ വിഷയങ്ങളുണ്ട്. പട്ടയ പ്രശ്നമാണ് അതിലേറ്റവും ഗൗരവമായത്. ഏഞ്ചൽ വാലിയിലും പമ്പ വാലിയിലുമൊക്കെയുള്ള 2000 കുടുംബങ്ങൾക്ക് ഏതാണ്ട് 75 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പട്ടയം കൊടുത്ത് 2ാം പിണറായി സർക്കാരാണ്. അതുപോലെ തന്നെ മലയോര പട്ടയം, ഈ കോരുത്തോട് പഞ്ചായത്തിൽ ഉൾപ്പെടെ ഏതാണ്ട് 10,000-ഓളം കുടുംബങ്ങളാണ് ഹിൽമൻ സെറ്റിൽമെൻറ്റിൽ താമസിക്കുക. അവരുടെ പട്ടയ നടപടികൾ വളരെ വേഗത്തിൽ നടന്നു വരികയാണ്. അങ്ങനെ ജനകീയ പ്രശ്നങ്ങളായാലും വികസന പ്രവർത്തനങ്ങളായാലും അതോടൊപ്പം ഗവൺമെൻറ് നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇന്ന് 2000 രൂപ കൃത്യമായി എല്ലാ ആളുകളുടെയും കയ്യിലെത്തുന്ന ക്ഷേമ പെൻഷൻ, ലൈഫ് റെയിൽവേയും കടന്നു പോകുന്നത് ഈ മണ്ഡലത്തിൽ. അതെ, ശബരി റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ് നിഷേധാത്മകമായ നിലപാടായിരുന്നു ശബരി റെയിൽവേ അവതാളത്തിലാക്കിയത്. എന്നാൽ കേരള ഗവൺമെൻറ് ആ വെല്ലുവിളി ഏറ്റെടുത്തു. മറ്റൊരിടത്തും കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാന സർക്കാരിനോടും റെയിൽവേ നിർമ്മാണത്തിൻ്റെ ചിലവ് വഹിക്കാൻ ആവശ്യപ്പെടാറില്ല. കാരണം റെയിൽവേ പൂർണ്ണമായും കേന്ദ്ര അധികാരത്തിലുള്ളതാണ്. പക്ഷേ എന്നിട്ടും കേരളത്തോടുള്ള ചിറ്റമ്മ നയത്തിൻ്റെ ഭാഗമായി സ്ഥലം കേരള ഗവൺമെൻറ് ഏറ്റെടുത്ത് കൊടുക്കും. മുമ്പ് ദേശീയപാതയുടെ കാര്യത്തിലൊക്കെ അവലംബിച്ച അതേ സമീപനം, അതേ തെറ്റായ സമീപനം നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു. കിഫ്ബിയിൽ നിന്ന് 1900 കോടി രൂപ സ്ഥലമേറ്റെടുപ്പിന് വകയിരുത്തി. അതിൽ 1700 കോടി രൂപ റവന്യൂ വകുപ്പിന് സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി കൈമാറി. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അങ്ങനെ ശബരി റെയിൽവേ എത്തുന്നു. ഇങ്ങനെ അഭൂതപൂർവമായ ഈ മണ്ഡലത്തിൻ്റെ നാടിൻ്റെ മുഖച്ഛായ മാറുന്ന വികസനം സാധ്യമായിക്കൊണ്ട് അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒന്നും എരുമേലിയിൽ ഒരടിസ്ഥാന സൗകര്യം ഉണ്ടായിരുന്നില്ല. ശബരിമലയുടെ പ്രവേശന കവാടമാണ് എരുമേലി. അവിടെ 15 കോടി രൂപയുടെ ഇടത്താവളമാണ് ഇന്ന് പൂർത്തീകരിച്ച് 1 മാസം മുമ്പ് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി VN വാസവൻ അവറുകൾ ഉദ്ഘാടനം നിർവഹിച്ച് എരുമേലി മാസ്റ്റർ പ്ലാൻ 10 കോടി രൂപ അനുവദിച്ചിരിക്കുക. എന്ന് വേണ്ട സമസ്ത മേഖലകളിലും വലിയ മാറ്റം പ്രകടമാണ്. ആ മാറ്റം ജനങ്ങൾ കാണുന്നുണ്ട്. ആ ജനങ്ങളുടെ വലിയ സ്വീകാര്യത LDFന് അനുകൂലമായി തീർന്നിട്ടുണ്ട്. അത് വോട്ടായി. ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും LDFും UDFും തമ്മിലാണ് മത്സരമെങ്കിൽ ഇവിടെ NDAയും LDFും തമ്മിലാണ് മത്സരം. ഇവിടെ ഒരു ത്രികോണ മത്സരമാണ്. എങ്കിലും പ്രധാനമായും NDAയുമായിട്ട് മത്സരം എന്ന് പറയാം. കാരണം മുൻ MLA പി.സി. ജോർജും അതുപോലെ തന്നെ അദ്ദേഹം BJPയിലേക്ക് ചേർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയിലുള്ള സ്വാധീനവും BJPയും കൂടി വന്നതിൻ്റെ ഒരിതുണ്ട്. എങ്കിലും നമുക്ക് വളരെ അനായാസമായി വിജയിക്കാനായിട്ട് കഴിയും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാവും തീർച്ചയായിട്ടും. ഇപ്പോൾ കെട്ടിവെക്കാനുള്ള തുക സ്വാതന്ത്ര്യ സമര സേനാനിൽ നിന്നും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. അങ്ങനെ അപൂർവ ഭാഗ്യം കൂടി ലഭിച്ചിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണും? ഏറ്റവും വലിയൊരു പ്രചോദനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മളിന്ന് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ജനാധിപത്യ പ്രക്രിയയ്ക്കൊക്കെ നമ്മുടെ നാട് വിധേയപ്പെട്ടത്, അതിന് ഇടവന്നത് സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ജീവിച്ചിരിക്കുന്ന അപൂർവം ആൾ, കോട്ടയം ജില്ല വേറെ ആരുമില്ല, കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൽ നിന്ന് കെട്ടിവെക്കാനുള്ള തുക ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അംഗീകാരമല്ലേ. ആ അംഗീകാരം കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. എന്തു തോന്നുന്നു? സന്തോഷമുണ്ടോ? വളരെ സന്തോഷമുണ്ട്. വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്നുള്ളത് ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു ആശയമാണ്. എന്തായാലും മികച്ച ഭൂരിപക്ഷത്തിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വിജയിച്ച് കയറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നത്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.